നമസ്കാരം. ഏവർക്കും ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഫീനിക്സ് മീഡിയയുടെ ഒരു യാത്രാമധ്യേ കണ്ട ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് റോഡ് വിള അമ്പലംകുന്ന് റോഡിനിടയിൽ ഇവിടെ ഒരു ചെറിയ ഒരു കട. ഈ കടയെ വ്യത്യസ്തമാക്കുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗ്യാസിനും വാണിജ്യ ഗ്യാസിനും ഒക്കെ വില കൂടി കിടക്കുമ്പോൾ നമ്മൾ യാത്രാമധ്യേ ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കടകളെ ആശ്രയിക്കാറുണ്ട്. 10 മുതൽ 20 വരെ ചായയ്ക്ക് വില വാങ്ങുമ്പോൾ ഈ കൊച്ചു കടയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് 5 രൂപയ്ക്കാണ് ഇവിടെ ചായ നൽകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ യാത്രാവേളയിൽ ഇവിടെ നമ്മൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങുകയും അപ്പോഴാണ് ഈ അതിശയകരമായ സംഭവം നമ്മൾ കാണുന്നത്. ഇത് ഒരു കൊച്ചു കട തന്നെയാണ്. ഇവിടെ ഒത്തിരി പേരാണ് ഇവിടെ ചായ കുടിക്കുവാനും കൊച്ചു കൊച്ചു സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ വാങ്ങുവാനും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാനും എത്തിച്ചേരുന്നത്. ഇതിലും ഏറെ ശ്രദ്ധേയമായത് മറ്റൊന്നാണ്, ഇവിടെ ഗ്യാസ് ഇല്ല. ഇവിടെ വിറകടുപ്പിൽ പണ്ട് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട അതേ രീതിയിൽ ഇവിടെ നമുക്ക് ചായ നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞങ്ങളുടെ ഫീനിക്സ് മീഡിയയുടെ യാത്രാവേളയിൽ ഞങ്ങളോടൊപ്പം ചേർന്നത് റിയാസാണ്. പോരേടം സ്വദേശി റിയാസാണ് ഞങ്ങളെ ഈ കട പരിചയപ്പെടുന്നത്. അതെ, ഞങ്ങളിപ്പോൾ മാമയുടെ കയ്യിൽ നിന്നും 2 ചായ കുടിക്കാൻ പോവുകയാണ്. ഇത് ഇവിടെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായത് സാധാരണ രീതിയിൽ ഗ്യാസ് ഇല്ലാതെ വിറകടുപ്പിൽ നമ്മുടെ പഴയ കാലഘട്ടം തിരിച്ചു വരുന്ന രൂപത്തിലാണ് മാമ ഇവിടെ ചായ തയ്യാറാക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സാധാരണ രീതിയിൽ ചായ ഒഴിക്കുന്നത്. ഇവിടെ വലിയ ചായക്കെറ്റിലോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. മാമ നമസ്കാരം. മാമയുടെ പേരെന്താ? കെ എം സാലി. എത്ര വർഷമായി ഇവിടെ ഈ കട തുടങ്ങിയിട്ട്? കുട്ടിക്കാലം മുതൽ മാമ ഇവിടെ ചായ കച്ചവടം നടത്തുകയാണ്. ഈ വഴി അമ്പലംകുന്ന് റോഡ് വിള റോഡിനിടയിലാണ് ഈ ഒരു കൊച്ചു കട സ്ഥിതി ചെയ്യുന്നത്. കോളേജിനടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്താണ് ഈ കട. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സാധാരണ രൂപത്തിൽ നമ്മുടെ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷന് അറിയുവാൻ ചാൻസ് കുറവാണ്. പഴയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഇത്. വിറകടുപ്പിൽ കലം വച്ച് അതിൽ നാണയമിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ നാണയത്തിൻ്റെ കിൽക്കം സഹിതം കേൾക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് കുടിച്ചു നോക്കാം. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ. നല്ല ചായയാണ്, കറക്റ്റ് കടുപ്പം, നമുക്ക് ആവശ്യമായ രീതിയിൽ മധുരം ഒക്കെ ഉള്ള ചായ തന്നെയാണ് മാമ നമുക്കായി സമ്മാനിച്ചിരിക്കുന്നത്. ഇത് ഒരു പ്രൊമോഷനല്ല, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ആ പോകുമ്പോഴെല്ലാം ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 20 രൂപ വരെ വാങ്ങുന്ന ഈ കാലയളവിൽ നമുക്ക് വെറും 5 രൂപയ്ക്ക്, അതാണ് അതിശയിപ്പിക്കുന്നത്. അതിലുപരി നമ്മുടെ മാമയുടെ കടയിൽ കാണാൻ പറ്റുന്ന വേറൊരു പ്രത്യേകത, നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ പഴയ കാലഘട്ടത്തിൽ പല കടകളിലും ചായ കുടിക്കും. ചായ കുടിച്ചതിന് ശേഷം അവിടെ തന്നെ ഉള്ള പത്രം എടുത്ത് വായിക്കും. അതുപോലെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോഴും ഇവിടെ ആ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സ്ഥിരം ചായ കുടിക്കാൻ വരുന്ന ഒരു ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇക്കയുടെ പേരെന്താ? അനീഫ. എത്ര കാലം കൊണ്ട് ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്? 3 രൂപയായിരുന്നു ചായക്ക്, അത് അടുത്ത കാലത്ത് 5 രൂപ ആക്കിയത്. അപ്പം അന്ന് ഇന്നും ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്. മാത്രമല്ല എൻ്റെ അളിയനാ. അളിയനും കൂടിയാണ്. പക്ഷെ അളിയന് പൈസ കൊടുക്കാറുണ്ടോ? 3 രൂപ തൊട്ട് തുടങ്ങിയ ചായയാണ്. 1 രൂപ കൊടുക്കാനില്ല.
അതാണ് ഇവിടുത്തെ പ്രത്യേകത. അവർ അളിയനും ആയാൽ തന്നെയും 1 രൂപ പോലും കൊടുക്കാനില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി പേരാണ്. അതെ, ഇവിടെ പത്രം വായിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിരിക്കുന്നുണ്ട്. സുഹൃത്ത് എന്താണ് പേര്? നാസ് ഒരു റബ്ബർ കർഷകനാണ് അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? എന്നിട്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വീണ്ടും പോകുന്നത്. അതാണ് ഈ കടയുടെ ഒരു പ്രത്യേകത. അതെ, ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, പേരെന്താണ്? അൻസാരിക്ക, എത്ര നാൾ കൊണ്ട് ഈ കടയുമായി ബന്ധമുണ്ട്? 10-30 കൊല്ലമായിട്ട് ഇവിടെ കടയുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഇവിടെ ചായയുടെ വില എത്രയാണ്? 5 രൂപ. 5 രൂപയേ ഉള്ളൂ. അതാണ് നമ്മളെ വീണ്ടും നമ്മുടെ നാടിനെയും നമ്മുടെയും വ്യത്യസ്തരാക്കുന്നത്. 5 രൂപയാണ് ചായക്ക് ഇവിടെ വില വാങ്ങുന്നത്. പിന്നെ 3 ആയിരുന്നു, ഇപ്പോൾ 5 ആയി. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മുടെ ഇക്കായെ കൃത്യമായും ഈ കച്ചവടത്തിനായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മയുടെ പേരെന്താ? എന്താണ്? ആത്തുക്ക ബീബി. അപ്പോൾ അന്ന് മുതലേ ഈ ചായ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഉപജീവനവും. ഈ ഉപജീവനത്തിൽ ഈ 5 രൂപയ്ക്ക് ചായ കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ മുതലാകും? ഇപ്പോൾ നമ്മൾ നാട്ടു നടപ്പ് അനുസരിച്ചിട്ട് കേൾക്കുന്ന കേൾവികൾ 10 രൂപ തൊട്ട് 20 രൂപ വരെ ഈ ചായക്ക് വാങ്ങുന്നുണ്ട്. ഇപ്പം മുതല് നോക്കുന്നില്ല, നമ്മളങ്ങ് ഒഴിക്കുന്നു. നമുക്ക് വാടക കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. പശുവും പാല്, കവർ പാലും അല്ല. ഇവിടെ കവർ പാൽ ഉപയോഗിക്കുന്നില്ല, പശുവും പാൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ചായ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് നിത്യം വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്നതായാലും വീട്ടുകാർക്ക് വേണ്ടുന്നതായാലും ഒക്കെ കുറച്ച് സാധനങ്ങളും ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ കടയെ വ്യത്യസ്തമാക്കുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.